ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സൂഫി ജാലകം തുറന്ന് അകത്ത് പ്രവേശിക്കുമ്പോൾ അറിവുകളുടെ ജ്ഞാനത്തിൻ്റെ വിവിധ മുഖങ്ങൾ നമ്മെ സ്വീകരിക്കും. സൂഫി രംഗത്ത്, ഫിഖ്ഹിന്റെ രംഗത്ത്, ഹദീസ് വിജ്ഞാന രംഗത്ത്, ചരിത്ര വിജ്ഞാന രംഗത്ത് എല്ലാം കഴിവ് തെളിയിച്ച ഇസ്ലാമിക ചരിത്രത്തിൽ തന്നെ അത്യപൂർവ വ്യക്തിത്വമാണ് അൽ ഹാഫിൾ അൽ ഇമാം ജലാലുദ്ദീൻ അസ്സുയൂത്തി റളിയല്ലാഹു അൻഹു. 500ഓളം ഗ്രന്ഥങ്ങൾ ഇസ്ലാമിക സമൂഹത്തിന് സമ്മാനിച്ച അൽ ഹാഫിൾ ജലാലുദ്ദീൻ അസ്സുയൂത്തി അൽ മുജ്തഹിദ്, ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ, ഖാത്തിമത്തുൽ ഹുഫാദ് എന്നെല്ലാം വിഖ്യാത നാമത്തിൽ അറിയപ്പെട്ട ആളാണ്. ഹിജ്റ 911 അവരുടെ വിയോഗം. ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ വിശിഷ്ടമായ ഒരു രചനയുണ്ട്. 500ഓളം ഗ്രന്ഥങ്ങൾ തഫ്സീറുകളായി, ഹദീസ് ഗ്രന്ഥങ്ങളായി, ഫിഖ്ഹ് ഗ്രന്ഥങ്ങളായി, തഫ്സീർ ഗ്രന്ഥങ്ങളായി നിരവധി ഗ്രന്ഥങ്ങൾ സമ്മാനിച്ചയാളാണ് അൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ വിശിഷ്ടമായൊരു ഗ്രന്ഥമാണ് തഅയീദുൽ ഹഖീഖ അൽ അലിയ്യ വതശീദു ത്വരീഖ അശാദുലിയ്യ. അടുത്ത ദിവസങ്ങളിൽ ഈ മഹത്തായ ഗ്രന്ഥം പരാവർത്തനം ചെയ്യാൻ ഭാഗ്യമുണ്ടായി. വിശിഷ്യ നമ്മുടെ കേരളത്തിലെ ശരീഅത്തിന്റെ ഉലമാക്കൾ, പ്രഗത്ഭരായ ചില പ്രസംഗകർ ത്വരീഖത്തിനെയും സൂഫിസത്തെയുമെല്ലാം കണ്ണടച്ച് കാടടച്ച് വിമർശിക്കാൻ തുനിയുന്ന ആളുകൾ, അവരിൽപ്പെട്ട ഒരു വലിയ പ്രമുഖൻ പ്രമാണമായി, അവലംബമായി, താൻ പറയുന്ന വാദഗതികൾക്ക് തെളിവായി ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ ഈ തഅയീദുൽ ഹഖീഖ എന്ന ഗ്രന്ഥത്തെ ആധാരമാക്കുന്നത് കണ്ടു. സന്തോഷവുണ്ടായി, കൗതുകമുണ്ടായി. കാരണം ചിലർക്ക് മനസ്സിലാകാത്തതിന്റെ പേരിൽ, അല്ലെങ്കിൽ നിയോഗഭാഗ്യമില്ലാത്തതിന്റെ പേരിൽ സൂഫി മാർഗവും ത്വരീഖത്തും ലഭിക്കാതിരുന്നു. അതിന്റെ പേരിൽ അവർക്ക് അങ്ങനെ ആകാം. പക്ഷേ ഹഖിന്റെ അഹ്ലുകാരെയും തസവൂഫിനെയും ത്വരീഖത്തിനെയും ഒക്കെ എല്ലാം വ്യാജം എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണടച്ച് ആക്ഷേപിക്കുന്നത് അധിക്ഷേപാർഹമാണ്. അത് അറിവിനോടും സത്യത്തോടും കാണിക്കുന്ന നീതിയല്ല. എന്നിട്ടും ആ പണ്ഡിതന്മാരും അവലംബമായി എടുക്കുന്നതോ ത്വരീഖത്ത് വേണം, തസവൂഫ് വേണം, അതാണ് പരിശുദ്ധ ഇസ്ലാമിക ധർമ്മത്തിന്റെ അകക്കാമ്പ്, അതൊരാളുടെ ജീവിതത്തിൽ കൂടാതെ കഴിയില്ല എന്ന് സമർത്ഥിക്കുവാൻ വേണ്ടി എഴുതപ്പെട്ട കിതാബുകളാണ്. ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹുവിന്റെ തഅയീദുൽ ഹഖീഖ എന്ന ഗ്രന്ഥത്തെ ഉദ്ധരിച്ചുകൊണ്ട് തസവൂഫിന്റെ അഹ്ലുകാരെ വിമർശിക്കുന്നത് കണ്ടപ്പോൾ കൗതുകമാണ് തോന്നിയത്, സഹതാപവും. അപ്പോൾ ഈ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ ചർച്ച ചെയ്യാൻ, വിശകലനം നടത്താൻ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു. നമുക്ക് പൂർവികരായ മഹാന്മാരുടെ ഇൽമുകൾ, വ്യാഖ്യാനങ്ങൾ, അതാണ് ഇന്നത്തെ നമുക്കൊക്കെയുള്ള വെളിച്ചം, ആധാരം. അൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ഇസ്ലാമിക സമൂഹത്തിന്, അഹ്ലുസുന്നയ്ക്ക് അവലംബമാണ്, ആധാരമാണ്. ഈ കിതാബിനെ അവലംബിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൂഫി ജാലകത്തിലൂടെ ചില കവാടങ്ങൾ ഇനിയും നമുക്ക് തുറക്കാം. ഇന്ന് പരാമർശിക്കുന്ന ഭാഗം ഈ ഗ്രന്ഥത്തിന്റെ 20-21 പേജ്. ഈ ഗ്രന്ഥം
വ്യാഖ്യാനിച്ച് അതിനെ ക്രോഡീകരിച്ചിരിക്കുന്നത് വിശ്വവിശ്രുതനായ ഹദീസ് പണ്ഡിതനും സൂഫി ഗുരുവുമായ സയ്യിദി അബ്ദുല്ലാഹിബ്നു മുഹമ്മദ് അസ്സുദ്ദീഖ് അൽ ഗിമാരി അൽ ഹസനി റളിയല്ലാഹു അൻഹു ആണ്. വളരെ അറിയപ്പെട്ട ആളാണ് സയ്യിദി അബ്ദുല്ലാഹി അസ്സുദ്ദീഖ് അൽ ഗിമാരി. അദ്ദേഹത്തിന്റെ അടിക്കുറിപ്പോടു കൂടിയാണ് ഈ സുയൂത്തിയുടെ ഗ്രന്ഥം നമുക്കിന്ന് ലഭിക്കുന്നത്. ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു വളരെ സംക്ഷിപ്തമായും സൂക്ഷ്മമായും അഹ്ലു തസവുഫിനെ, അഹ്ലു ത്വരീഖയെ വല്ലാതെ പ്രശംസിച്ചുകൊണ്ട്, സ്ഥിരീകരിച്ചുകൊണ്ട്, അതിൻ്റെ മേന്മകളും മഹത്വങ്ങളും വിവരിച്ചുകൊണ്ടാണ് ഈ ഗ്രന്ഥം എഴുതിയത്. എന്നാൽ വ്യാജ നിർമ്മിതമായ വഴികളും വരികളും വരകളും വ്യക്തികളുമൊക്കെ എല്ലാ കാര്യത്തിലും ഉള്ളതുപോലെ വ്യാജന്മാർ നിരവധി കടന്നുകൂടിയ ഒരു മേഖലയാണ് അത്തസവുഫ്, ത്വരീഖത്ത്. ധാരാളം പേർ വ്യാജമായ ആശയങ്ങളും ആദർശങ്ങളും സ്വഭാവ രീതികളുമായി ഈ സൂഫി മേഖലയെ മലിനമാക്കിയിട്ടുണ്ട്. അവരുടെ ദുശ്ചെയ്തികളെയും തെറ്റായ ആദർശങ്ങളെയും സവിസ്തരം സലക്ഷ്യം തുറന്നു കാട്ടുകയും അതോടൊപ്പം ഹക്കായ ത്വരീഖത്തിനെയും സൂഫി മാർഗങ്ങളെയും ആധികാരികമായി അംഗീകരിച്ച് അവലംബിക്കുകയും ചെയ്യുന്ന രീതിയാണ് അഹ്ലുസുന്നയുടെ ഉലമാക്കൾക്കുള്ളത്. അതെന്നും എപ്പോഴും അങ്ങനെയാണ്. വ്യാജന്മാര് അൽ മുഹദ്ദിസൂൻ എന്ന ഹദീസ് രംഗത്ത് നിരവധിയില്ലേ. വ്യാജ നിർമ്മിതമായ ഹദീസുകൾ പോലും സ്വന്തം നിർമ്മിച്ചുണ്ടാക്കിയ നിരവധി ആളുകളുണ്ട്, നിവേദകന്മാര്. അതിന്റെ പേരിൽ ശരിയായ അൽ മുഹദ്ദിസൂൻ എന്ന ഇസ്ലാമിന്റെ കാവൽ ഭടന്മാരായ മഹാന്മാരെ ഏതെങ്കിലും വിധത്തിൽ അപഹസിക്കാൻ പറ്റുമോ? ഇനി കർമ്മശാസ്ത്ര മേഖല സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാമിനെ വ്യാഖ്യാനിച്ച് നിസ്കാര നോമ്പാദി കാര്യങ്ങളിലൊക്കെ ഒരു തത്വ ദീക്ഷയും ഇല്ലാതെ എഴുതുകയും പറയുകയും ചെയ്ത ആളുകളില്ലേ? നിസ്കാരം മൂന്നാക്കിയവരില്ലേ? അതുപോലെ ഇബാദത്തുകളെ മുഴുവൻ വികലമായി ചിത്രീകരിച്ചവരില്ലേ? അവര് വ്യാജന്മാരായ ഫുഖഹ ആണ്. പേരവർക്കും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ എന്ന് തന്നെയല്ലേ? അപ്പോഴ് വ്യാജന്മാര് എല്ലാ മേഖലയിലുമുണ്ട്. അവയെ തിരിച്ചറിയണം, അവയിൽ നിന്ന് സംരക്ഷണം, പ്രതിരോധമുണ്ടാകണം. അതിന്റെ പേരിൽ ഹക്കായ വഴി അല്ലാഹു തആല പരിശുദ്ധ ഇസ്ലാം ധർമ്മത്തിൽ നമുക്ക് സമ്മാനിച്ച നമ്മുടെ സംസ്കരണത്തിന്, തെർബിയത്തിന് സഹായകമായ വഴികളെയും മാർഗങ്ങളെയും സരണികളെയും ഒരിക്കലും അവമതിച്ചു പോകരുത്. ചില ആളുകളൊക്കെ പറയും തസവുഫ് അല്ലെങ്കിൽ ത്വരീഖത്ത് ഇതൊക്കെ പിൽക്കാലത്ത് ഉണ്ടായതാണ് എന്ന്. ഈ ആരോപണം അർത്ഥമറിയുന്ന വിവരമുള്ള ഒരു പണ്ഡിതനും പറയില്ല. കാരണം ഫിഖ്ഹ് എന്ന വിജ്ഞാനം, മദ്ഹബ് എന്ന സംവിധാനം പിൽക്കാലത്തുണ്ടായതല്ലേ? ഹദീസ് ക്രോഡീകരണം, അൽ മുഹദ്ദിസൂൻ എന്ന വിഭാഗം പിൽക്കാലത്തുണ്ടായതല്ലേ? അന്നഹ്വ്, അന്നുഹാത്ത് പിൽക്കാലത്തുണ്ടായതല്ലേ? എല്ലാ ശാസ്ത്രങ്ങളുടെയും അറിവുകളുടെയും വ്യവസ്ഥാപിതമായ ക്രമീകരണങ്ങളും പ്രായോഗികമായ അതിന്റെ രൂപഭാവങ്ങളും പിൽക്കാലത്ത് ആവിഷ്കൃതമായിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ശരിക്കും ഖുർആനിൽ നിന്നും തിരുസുന്നത്തിൽ നിന്നും ആവിർഭവിച്ചതാണ്. എല്ലാവർക്കും അറിയാം അൽ ഫിഖ്ഹ്, അൽ മദ്ഹബ് അത് മുഴുവൻ കിതാബും സുന്നത്തുമാണ്. അൽ ഹദീസ്, അൽ മുഹദ്ദിസൂൻ അത് തിരുസുന്നത്തിന്റെ സംരക്ഷണമാണ്. എന്നാൽ നിവേദനം, റിവായത്ത് അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലേക്ക് സനദും മത്നും അതിന്റെ വേർതിരിവുകളും പഠനങ്ങളും ഒക്കെ വന്നത് അൽ മുഹദ്ദിസ്. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ക്രോഡീകൃതമാണോ? അല്ല. എങ്കിൽ നിഷ്പക്ഷമായി അന്വേഷിക്കുക. അത്വസവുഫ്, അത്വരീഖത്ത് എന്നൊക്കെ പറയുന്നത് പരിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാന
ധർമ്മത്തിൽ നിന്ന്, മർമ്മത്തിൽ നിന്ന് പ്രായോഗിക രീതിയിൽ സംസ്കരണത്തിന്റെ, സംശുദ്ധിയുടെ വിജ്ഞാനമായി രൂപപ്പെട്ടതാണ്. അൽ ഇസ്ലാം, അൽ ഈമാൻ, അൽ ഇഹ്സാൻ എന്ന് പരിശുദ്ധ ഇസ്ലാം ധർമ്മത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചപ്പോൾ അൽ ഇസ്ലാം ഇൽമു ശരീഅത്തിനെ പ്രതിനിധീകരിക്കുന്നു. അൽ ഈമാൻ അത്വരീഖത്തിനെയാണ് പ്രതിനിധീകരിക്കുന്നത്. അൽ ഇഹ്സാൻ അൽ ഹഖീഖത്തിനെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇത് മൂന്നും കൂടെ ഉണ്ടാകുമ്പോഴാണ് അദ്ദീൻ, സമ്പൂർത്തീകരണം ഒരാളിൽ കൈവരുന്നത്. ഈമാനും ഇസ്ലാമും ഇഹ്സാനും ഇമാം ബുഖാരി, മുസ്ലിം ഒക്കെ നിവേദനം ചെയ്ത പ്രസിദ്ധമായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ, ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ആ ഹദീസിൽ അദ്ദീൻ സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അങ്ങനെയാണ്. 3 വിധാനങ്ങൾ, അത് മൂന്നും അദ്ദീനാണ്, അത് സംയുക്തമാണ്. എങ്കിൽ ഇനി പറയാം, ഇമാം സുയൂത്തിയുടെ തഈദിൽ 20-ാം പേജിൽ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ഒരു വലിയ പരാമർശം, സൂഫികളുടെ ടേമുകൾ, അവരുടെ ഇസ്തിലാഹുകൾ എല്ലാം ഖുർആൻ സുന്നത്തിൽ നിന്ന് മാത്രം വന്നതാണ്. കിതാബ് സുന്നത്ത് എന്ന അടിസ്ഥാന പ്രഭവം, അതാണ് തസവൂഫിന്റെ അടിത്തറ. സയ്യിദി സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹുവിന്റെ അദ്കിയായിലുണ്ടല്ലോ, വത്വരീഖു കുല്ലി മശായിഖിൻ ഖദ് ഖുയ്യിദത് ബികിതാബി റബ്ബി വൽ ഹദീസി തഅസ്സുല. അടിസ്ഥാനപരമായി കിതാബു റബ്ബി ഖുർആൻ, വൽ ഹദീസി സുന്നത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിൽ നിന്നാണ് വത്വരീഖു കുല്ലി മശായിഖിൻ, എല്ലാ ഹക്കായ മശായിഖന്മാരും എല്ലാം പഠിച്ചതും എടുത്തതും അതിൽ നിന്നാണ്. അതില്ലാതെ ഒന്നുമില്ല. ഷെയ്ഖു ത്വായിഫ സയ്യിദി അൽ ജുനൈദ് അൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും എടുക്കാത്ത ഒരു രേഖയും നമ്മുടെ ഈ വഴിയിൽ തസവ്വുഫ് മാർഗത്തിൽ ഇല്ല. ഇതൊക്കെ നിഷ്പക്ഷമായി പഠിക്കുന്ന എല്ലാവർക്കും അറിയാം. പക്ഷേ നിഷേധഭാവം, ഇൻകാർ, ഹക്കിന്റെ അഹ്ലുകാരോടും ഹക്കിനോടും വന്നുപോയാൽ അവിടെ ഒരു ചികിത്സയും ഇല്ല. ഇവിടെ ഇമാം സുയൂത്തി പറയുകയാണ്, ഇൽമുൽ ഹഖീഖ, അൽ ഹഖായിഖ്, സത്യാർത്ഥ പൊരുളുകൾ, ഇതാണ് അൽ ഹഖീഖ, അശ്ശരീഅ, അത്വരീഖ, അൽ ഹഖീഖ. ഇതുപോലും, ഈ പദം പോലും സയ്യിദുനാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനത്തിൽ നിന്നും ആസ്പദിച്ചു വന്നതാണ്. ഇമാം സുയൂത്തി തങ്ങൾ അതിന് അവലംബമായ പ്രസിദ്ധമായ ഒരു ഹദീസ് ഉദ്ധരിക്കുന്നുണ്ട്. ഇതറിയുമ്പോൾ തസവൂഫിന്റെ അഹ്ലുകാര്, ത്വരീഖത്തിന്റെ വക്താക്കൾ, അവര് ഇസ്ലാം ദീനിന്റെ ലുബ്, അതിന്റെ സത്ത, അതിന്റെ കാമ്പ് ഉൾക്കൊണ്ട ഭാഗ്യവാന്മാരാണ്. അത് പക്ഷേ എല്ലാവർക്കും ഒരേ അളവിൽ ലഭിച്ചു കൊള്ളണമെന്നില്ല. സ്വഹാബിമാരുടെ ഗണത്തിൽ തന്നെ നിവേദകന്മാരായ, അറിവാളന്മാരായ വലിയൊരു വിഭാഗമുണ്ട്. സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ പോലെ പോരാളികളായ ഒരു കൂട്ടം സഹാബിമാരുണ്ട്. ഖാലിദ് ഇബ്നുൽ വലീദിനെ പോലെ, അംർ ഇബ്നുൽ ആസിനെ പോലെ റളിയല്ലാഹു അൻഹും. ഭരണരംഗത്ത് നീതി കാഴ്ചവെച്ച മഹാന്മാരുണ്ട്. അവര് 4 പേര് എല്ലാം സമ്പൂർത്തീകരിച്ചവരാണ്. സയ്യിദുനാ അബൂബക്കർ, സയ്യിദുനാ ഉമർ, സയ്യിദുനാ ഉസ്മാൻ, സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹും. എന്നാൽ സാഹിത്യരംഗത്ത് മികവ് കാണിച്ച കവികളുണ്ട്. സയ്യിദുനാ ഹസ്സാനെ പോലെ, സയ്യിദുനാ കഅബ് ഇബ്നു സുഹൈറിനെ പോലെ, കഅബ് ഇബ്നു മാലിക്കിനെ പോലെ. ഓരോ രംഗത്തും, കാരുണ്യ സേവന രംഗത്ത് വളരെയേറെ മികച്ചവരുണ്ട്. എന്നാൽ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ തന്നെ ആധ്യാത്മികമായ വഴി തസവൂഫിന്റെ അഹ്ലുകാര് പറയുന്ന, വിഭാവനം ചെയ്യുന്ന ആത്മശുചീകരണത്തിന്റെയും വേദാന്ത പൊരുളുകളുടെയും ഇൽമുൽ ഹഖായിഖ്, അത്തരം വേദാന്ത പൊരുളുകളുടെ ആഴങ്ങൾ പ്രാപിച്ച സഹാബിമാരുണ്ട്. എല്ലാവരും ഒരുപോലെ എല്ലാ രംഗത്തും ഉണ്ടാകണമെന്നില്ല.
തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാം പഠിപ്പിച്ചു. അതിൽ നിന്ന് ചിലതിൽ മികവ് കാണിച്ചു. സയ്യിദുന അബൂദർദാഇനെ പോലെ, സയ്യിദുന അബൂദറുൽ ഗിഫാരിയെ പോലെ റളിയല്ലാഹു അൻഹും, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബിനെ പോലെ എത്ര സഹാബിമാർ. അപ്പൊ ഓരോ രംഗത്തും മികവ് കൂടുതൽ പ്രകടിപ്പിച്ച സഹാബത്താണ്. എന്നാൽ സൂഫി മഹാന്മാരെല്ലാം സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് എടുത്തു പറയുന്ന ആധ്യാത്മജ്ഞാന പൊരുളുകളുടെ നിറകുടമായ ഒരു വക്താവിനെ പരിചയപ്പെടുത്തുന്നുണ്ട്. അതാരാണ്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നടത്തിയ ഒരു സംഭാഷണം ഇൽമു തസവ്വുഫിന്റെ അടിസ്ഥാനാണ്. അത് മാത്രം നമുക്ക് പറയാം. അൻസ്വാരി ഔസ് ഗോത്രത്തിലെ പ്രമുഖ സ്വഹാബിയാണ് സയ്യിദുന അൽ ഹാരിസ് ഇബ്നു മാലിക് അൽ അൻസാരി, സയ്യിദുന ഹാരിസ റളിയല്ലാഹു അൻഹു. അങ്ങനെയും അദ്ദേഹം പ്രസിദ്ധനാണ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ട ഈ ഒരു ഹദീസ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരെയും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പ്രത്യേകമായി ചില വിഭാഗത്തെ പ്രത്യേകമായ രീതിയിൽ പരിപാലിച്ചു വളർത്തിയിട്ടുണ്ട്. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ സയ്യിദുന അൽ ഹാരിസ അല്ലെങ്കിൽ സയ്യിദുന ഹാരിസ് ഇബ്നു മാലിക്കുനിൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു, എല്ലാ ഇമാമുകളും തസവ്വുഫ് വ്യാഖ്യാനിക്കുമ്പോൾ വിശദീകരിക്കുമ്പോൾ ഹാരിസ റളിയല്ലാഹു അൻഹുവിന്റെ തിരുനബിയുമായുള്ള സംഭാഷണത്തെയാണ് ഉദ്ധരിക്കുക. അത് വല്ലാത്ത വിസ്മയമുള്ള സൂഫി വ്യക്തിത്വത്തിന്റെ ആന്തരിക ഭാവത്തെ വളരെ വ്യക്തമായി പ്രകാശിപ്പിക്കുന്ന പരാമർശമാണ്. സ്വീകാര്യമായി നൂറുകണക്കിന് ഗ്രന്ഥങ്ങൾ ഈ അടിസ്ഥാന പ്രമാണത്തെ നിവേദനം ചെയ്തിട്ടുണ്ട്. അൽ ഇമാം ബൈഹഖി, അൽ ഹാഫിദുൽ ബസ്സാർ, അൽ ഇമാം തബറാനി, അൽ ഹാഫിദ് ഇബ്നു മുന്ദ, അൽ ഹാഫിദ് അബ്ദുർ റസാഖ്, അൽ ഹാഫിദ് ഇബ്നുൽ മുബാറക് അവരൊക്കെ ഉദ്ധരിക്കുന്നുണ്ട്. ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു അതിന്റെ ചെറിയൊരു വിശദീകരണം പറയുന്നുണ്ട്. ആ ഹദീസ് മാത്രം നമുക്ക് ചർച്ച ചെയ്യാം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട അനുചരനെ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ കണ്ടുമുട്ടുകയാണ്. തിരുനബി ചോദിക്കുന്നുണ്ട് അദ്ദേഹത്തോട്, ഹാരിസ കൈഫ അസ്ബഹ്, എങ്ങനെയുണ്ട് താങ്കളുടെ പ്രഭാതം? ഓരോരുത്തരെയും അവരവരുടെ അളവിൽ മനസ്സിലാക്കി സംവദിച്ച് ഉയർത്തിക്കൊണ്ടുവരുന്നയാളാണ് സയ്യിദുൽ ഖൗം, സയ്യിദുൽ ത്വായിഫ, സയ്യിദുൽ മുർഷിദീൻ, അഷ്റഫുൽ ഖൽഖി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹാരിസ ആരാണെന്നും അദ്ദേഹത്തിന്റെ ആധ്യാത്മ വിധാനം എത്രത്തോളം ഉയർന്നതാണെന്നും ഒക്കെ അറിയുന്ന തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ പിൽക്കാലത്ത് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു സംഭാഷണം. കൈഫ അസ്ബഹത യാ ഹാരിസ, ഹാരിസ എങ്ങനെയുണ്ട് നിന്റെ പ്രഭാതം? അപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഫഖാൽ, പിൽക്കാലത്തുള്ള ഇമാം ഗസാലിയെ പോലെ, അവാരിഫുൽ മആരിഫ് പോലെ, അബ്ദുൽ കരീമുൽ ജീലിയെ പോലെ എല്ലാ തസവ്വുഫ് ഗ്രന്ഥങ്ങളിലും ഈ ചർച്ച സയ്യിദുന ഹാരിസയുടെ ഈ ആധ്യാത്മ അനുഭവങ്ങളുടെ പ്രകാശനം പറയുന്നുണ്ട്. എല്ലാ കിതാബിലും കാണാം ഇത്. ആ സ്വഹാബി നബിയോട് പറഞ്ഞു, അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്ഖാ, നബിയേ നല്ല പ്രഭാതം, ശരിക്കും പരമാർത്ഥമായും മുഅ്മിനായി ഞാൻ പുലർന്നു. അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്ഖൻ, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ അതാണത്. അൽ മുഅ്മിനൂന ഹഖ്ഖൻ എന്ന് പരിശുദ്ധ ഖുർആനിൽ ഒരു വിഭാഗത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇസ്ലാമിനെ മാർഗമായി സ്വീകരിച്ച് ആത്മീയമായി ഉയരാത്ത എത്രയോ ആളുകളുണ്ട്, അവര് മുസ്ലിമീങ്ങളാണ്. എന്നാൽ അൽ മുഅ്മിനൂന ഹഖ്ഖൻ എന്ന് പറയാവുന്ന ഒരു വിഭാഗം തൗഫീഖ് കൊണ്ട്, അള്ളാഹുവിന്റെ നിയോഗഭാഗ്യം കൊണ്ട് സയ്യിദുന ഹാരിസ റളിയല്ലാഹു അൻഹു തന്റെ ആത്മാവസ്ഥ തിരുനബിയുടെ മുമ്പിൽ പ്രകാശിപ്പിക്കണമല്ലോ. അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്ഖൻ, ഞാൻ ശരിക്കും മുഅ്മിനായി അനുഭവിക്കുന്നു. ഇവിടെ ഈമാൻ ഇസ്ലാം ഒന്നും
വിശ്വസിക്കാനും പ്രസംഗിക്കാനും മാത്രമുള്ളതല്ല, അത് ആസ്വദിക്കാനുള്ളതും അനുഭവിക്കാനുള്ളതാണ്. ഈ സ്വഹാബി വര്യൻ സയ്യിദന ഹാരിസ അനുഭവ ബോധ്യത്തിൽ മികവാർന്ന അവസ്ഥയിലുള്ള സമയത്താണ് തിരുനബിയുടെ ഈ ചോദ്യം. അപ്പോഴേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, യാ ഹാരിസ ഇന്ന ലികുല്ലി ഖൗലിൻ ഹഖീഖ ഫമാ ഹഖീഖതു ഈമാനിക്. എല്ലാ ഓരോ വർത്തമാനത്തിനും അതിനൊരു സത്യാർത്ഥ പൊരുളുണ്ട്, ഒരു പരമാർത്ഥമുണ്ട്. നീ ഈമാൻ സ്വീകരിച്ചു, അസ്ബഹത്തു മുഅ്മിനൻ ഹഖ്ഖ എന്ന് പറഞ്ഞു, അതിന്റെ ഹഖീഖത്ത് എന്താണ്? വല്ലാത്ത ചോദ്യാണ്. ഫമാ ഹഖീഖത്തു ഈമാനിക്. പ്രിയപ്പെട്ട ഹാരിസ, താങ്കളുടെ ഈമാനിന്റെ ഹഖീഖത്ത്. ഇവിടെയാണ് അൽ-ഇമാം ജലാലുദ്ദീൻ സുയൂത്തി റളിയല്ലാഹു അൻഹു പറയുന്നത്, ഈ ഹഖീഖത്തിന്റെ അഹ്ലുകാര്, അഹ്ലുൽ ഹഖീഖ, അഹ്ലുൽ ഹഖായിഖ്, സൂഫികൾ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ പ്രയോഗം തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെയാണ് പഠിപ്പിച്ചത്. ഫമാ ഹഖീഖതു ഈമാനിക്. ബാഹ്യമായ ഉപരിപ്ലവമായ ഒരു ഇസ്ലാമിക ലോകമുണ്ട്, എന്നാൽ ആന്തരികമായി അതിന്റെ മധുരം ആസ്വദിക്കുന്നവരാണ് ഈമാനിക തലത്തിൽ വളർന്നവർ. അല്ലാഹുമ്മ ആമീൻ. അവരുടെ ഹഖീഖത്ത്, ഫമാ ഹഖീഖതു ഈമാനിക്. തിരുനബിയുടെ ചോദ്യത്തിന് മറുപടി സയ്യിദുന ഹാരിസ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇവിടെയാണ് സൂഫി മഹാരഥന്മാർ ആധ്യാത്മമായി ഈ വഴിയിലൂടെ മുന്നേറുമ്പോൾ അവർക്ക് ഇൽഹാമ്, കശ്ഫ്, ലദുന്നിയായ ഇൽമ്, മഅരിഫത്ത്, ഹഖീഖത്ത്, വലിയ ലോകങ്ങളെ അവർ കീഴടക്കും. അല്ലാഹു തആല അവർക്ക് സമ്മാനിക്കും. ഇതെവിടുന്ന് തുടങ്ങിയതാണ്? പിൽക്കാലത്തല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരിട്ടുള്ള ശിഷ്യൻ മദീന മുനവ്വറയിൽ ജീവിച്ച് ഉഹദ് പോർക്കളത്തിൽ തിരുനബിയുടെ കൂടെ പങ്കെടുത്ത് ഹിജറ 13 ഷഹീദായി സയ്യിദുന അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒക്കെ നേതൃത്വം സ്വീകരിച്ച സയ്യിദുന ഹാരിസ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി തിരുനബിയോട് തന്റെ ഈമാനികമായ ആത്മാനുഭവം പറയുകയാണ്. ഫഖാൽ, റസൂലുള്ളാഹിയോടാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങൾ, വേദാന്ത സത്യങ്ങളുടെ ഉൾപ്പൊരുളുകൾ ആധ്യാത്മ ഗുരുനാഥന്മാർ, സൂഫികൾ പ്രകാശിപ്പിക്കുമ്പോൾ അതുമായൊന്നും ഒരു ബന്ധവും ഇല്ലാതെ ബാഹ്യമായ ലോകത്തൂടെ അക്ഷരപുസ്തകങ്ങളിലൂടെ മാത്രം ജീവിക്കുന്നവർക്ക് അതിനെപ്പറ്റി ഒന്നും ഒരു കഥയും പറയാൻ കഴിയില്ല. അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അതുമായൊക്കെ ബന്ധപ്പെട്ട മഹാത്മാക്കളുമായി ഹൃദയബന്ധം, മാനസിക ബന്ധം, അവരുമായുള്ള പരിചരണം, പരിപാലനം ലഭിക്കുമ്പോൾ നമുക്കൊക്കെ ആത്മധൈര്യമുണ്ട്. അല്ലാഹുമ്മ ആമീൻ. സയ്യിദുന ഹാരിസത്ത് റളിയല്ലാഹു അൻഹു തിരുനബിയോട് പറയുകയാണ്, അസഫ്തു നഫ്സി അനിദ്ദുനിയ ഫഅസ്ഹർതു ലൈലി വഅൾമഅതു നഹാരി وكأني أنظر إلى عرش ربي وكأني أنظر إلى أهل الجنة يتزاورون فيها وكأني أسمع عواء أهل النار. ആത്മീയമായി മനം തുറന്ന് ജ്ഞാനലോകം തുറക്കപ്പെടുമ്പോൾ, ഹിജാബുകൾ നീങ്ങി തിരശ്ശീലകൾ മാറുമ്പോൾ, ഖൽബിന്റെ എല്ലാവിധ ദുർമനസ്സുകളും മാറി സംസ്കരണത്തിന്റെ ഔന്നിത്യത്തിൽ എത്തുമ്പോൾ അവരുടെ കാഴ്ചകൾക്ക് മൂർച്ചയേറും. പല ലോകങ്ങളെയും അവർ കാണും. അതേ ഐഹിക ജീവിതത്തിൽ തന്നെ അവര് വേദാന്തപരമായ, ജ്ഞാനപരമായ, അനുഭവപരമായ യാത്രകൾ അവർക്കുണ്ടാകും, സഞ്ചാരങ്ങൾ അവർക്കുണ്ടാകും, പരാമർശങ്ങൾ അവർക്കുണ്ടാകും. ഇതെവിടെ നിന്ന് തുടങ്ങി? സ്വഹാബി തുടങ്ങി, റസൂലുള്ളാഹി പഠിപ്പിച്ചു. സയ്യിദുന ഹാരിസ പറയുകയാണ്, ഇന്ന് എന്റെ അവസ്ഥ, എന്റെ മനസ്സിന്റെ അവസ്ഥ, ഞാൻ ദുനിയാവിനെ തൊട്ടങ്ങ് മാറാൻ തീരുമാനിച്ചു. എന്റെ കൽബകത്ത് ദുനിയാവിനോടുള്ള കെട്ടുപിടുത്തം ഒഴിവാക്കി. ദുനിയാവിലെ ഐഹിക സൗകര്യങ്ങൾ വേണ്ടെന്നല്ല, അത് സയ്യിദി സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ പറഞ്ഞതുപോലെ അസ്സുഹ്ദ് എന്ന് പറഞ്ഞാൽ
ദുനിയാവ് വേണ്ട എന്ന് വെക്കലല്ല, ദുനിയാവിനോടുള്ള കൽബിന്റെ പിടുത്തം, അതുമായി സ്വാധീനപ്പെട്ട് ഹക്ക് പരിപാലിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവുക, അതാണ് അപകടം. വസ്ഹദ് വദാ ഫഖ്ദുൻ അലാഖത ഖൽബിക ബിൽ മാലി ലാ ഫഖ്ദുൻ ലഹു തഖഅഖല. അപ്പൊ ദുനിയാവിനെ ഒഴിവാക്കി എന്ന് പറഞ്ഞാൽ അതുമായുള്ള മൽപിടുത്തം, അതിനുവേണ്ടി എന്തും ദീനും ഈമാനും അഖീദയും വലിച്ചെറിയുന്ന അവസ്ഥ, അതൊക്കെ ഞാൻ അങ്ങ് ഒഴിവാക്കി. ഇന്നെന്റെ അവസ്ഥ ദുനിയാവിനോടുള്ള ബന്ധം, അതിനോടുള്ള എൻ്റെ കൽബിന്റെ ബാന്ധവം ഞാൻ മാറ്റിവെച്ചു. തുടർന്ന് പരിശ്രമത്തിൽ ഞാൻ മുന്നേറി. ഫഅസ്ഹർതു ലൈലി, എൻ്റെ അന്ത്യാമങ്ങൾ ഞാൻ ഉറക്കമിളിച്ചു, റബ്ബായ അല്ലാഹുമായി സല്ലപിച്ചു. വഅൾമഅ്തു നഹാരി, എൻ്റെ പകൽ സമയം ഞാൻ ദാഹിച്ചു, നോമ്പനുഷ്ഠിച്ചു. ഈ അവസ്ഥയിൽ ഇപ്പോഴെൻ്റെ ആത്മാവസ്ഥ, ഇത് ഹദീസാണ്. പ്രമുഖരായ അഇമ്മ ആധാരമായി കൊടുത്തതാണ്. നിരവധി ഹദീസ് ഗ്രന്ഥങ്ങളിൽ നല്ല നല്ല വ്യാഖ്യാനത്തോടുകൂടി സ്വീകാര്യമായ നിവേദനത്തോടുകൂടി വന്നിട്ടുള്ളതാണ്. ഒരു സ്വഹാബി വര്യൻ സയ്യിദുന ഹാരിസത്ത് ഇബ്നു മാലിക് അൽ അൻസ്വാരി റളിയല്ലാഹു അൻഹു തിരുനബിയോട് പറയുകയാണ്, എൻ്റെ മാനസികാവസ്ഥ ഉറക്കമിളിച്ച് നോമ്പ് നോറ്റ് ഇബാദത്തിൽ ലയിച്ച് അള്ളാഹുവിലേക്ക് അടുത്തപ്പോൾ എൻ്റെ അവസ്ഥ വകഅന്നി അൻദുറു ഇലാ അർശി റബ്ബി, ഞാൻ എൻ്റെ നാഥന്റെ അർശിലേക്ക് നോക്കുന്നവനെ പോലെയാണ്. അർശിലെ കാഴ്ചകളാണ്, ദൃശ്യങ്ങളാണ് ഞാൻ കാണുന്നത്, ഞാൻ വായിക്കുന്നത്. വകഅന്നി അൻദുറു ഇലാ അഹ്ലിൽ ജന്ന, സ്വർഗവാസികളെ കാണുന്നവനെ പോലെ, സ്വർഗവാസികളെ കാണുന്നവനെ പോലെ. അവിടെ കഅന്നി എന്ന് പറയുന്നത് ആധ്യാത്മ അനുഭവമാകുമ്പോൾ ആ പ്രയോഗമാണ് ഏറ്റവും ഉചിതം. ഞാൻ സ്വർഗം കാണുന്നു, സ്വർഗവാസികളെ കാണുന്നു. യതസാവറൂന ഫീഹാ, സ്വർഗീയ ആരാമത്തിൽ, അതിന്റെ സൗന്ദര്യത്തിൽ പരിണയിക്കുന്നവരായി, അതിലെ സല്ലാപങ്ങളിൽ സ്വർഗീയ വസന്തത്തിൽ മുഴുകുന്നവരായി സ്വർഗവാസികളെ ഞാൻ കാണുന്നു. ഈമാനികമായ ഉണർവ്, ഇൽഹാമ്, കശ്ഫ് എന്നൊക്കെ പറയുന്നത് അതാണ്. വകഅന്നി അസ്മഉ അവാ അഹ്ലിനാർ, നരകക്കാരുടെ ഗീർവാണങ്ങള്, അവരുടെ വെപ്രാള ആക്രോശങ്ങൾ, അതും കേൾക്കാൻ കഴിയുന്നു എനിക്ക്. ഈ ഒരവസ്ഥ ഒരു സ്വഹാബി അവകാശപ്പെട്ടപ്പോൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കറിയാം. ഈമാനികമായ സാഫല്യത്തിൽ എത്തുമ്പോൾ, ഇഹ്സാനികമായ മേന്മയിൽ ഒരു മുഅ്മിൻ ഉയരുമ്പോൾ, ഇതും ഇതിലപ്പുറവും ഇനിയും പലതും സംഭവിക്കാനുണ്ട്. മാരിഫത്തിന്റെ, മുശാഹദയുടെ ഒക്കെ വലിയ വലിയ ലോകങ്ങൾ. ഇത് ഹബീബായ സയ്യിദുന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുഭവിച്ചതാണല്ലോ, ആസ്വദിച്ചതാണല്ലോ. സഹീഹുൽ ബുഖാരിയിൽ തിരുനബി അനുഭവിച്ചത്, അവിടുന്ന് തന്നെ പറഞ്ഞത് എത്രയുണ്ട്. നിസ്കാരവേളയിലൊക്കെ സ്വർഗീയമായ പഴങ്ങൾ ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാബിൽ നിന്ന് പറിച്ചെടുക്കാൻ കൈ നീട്ടിയ രംഗം പോലും സ്വീകാര്യമായ ഹദീസിലുള്ളതല്ലേ. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധ്യാത്മ സഞ്ചാരത്തിന്റെ ഇസ്റാഉം മിഅ്റാജും ഒക്കെ വലിയ തെളിവല്ലേ. ആത്മീയമായി ഉയരുന്ന ഒരവസ്ഥയിലെത്തിയാൽ സയ്യിദുന ഹാരിസ റളിയല്ലാഹു അൻഹു പറയുകയാണ്, കഅന്നി അൻദുറു ഇലാ അർശി റബ്ബി. അപ്പോഴും പിൽക്കാലത്തുള്ള സൂഫികളായ മഹാന്മാരൊക്കെ ഈ ഒരു അനുഭവത്തിന്റെ സാഫല്യത്തിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട്, സത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ അവിശ്വസിക്കുകയോ നിരാകരിക്കുകയോ ചെയ്യുന്നത് നമ്മുടെ അളവുകോല് കൊണ്ടാണ്. സാധാരണക്കാരായ നമുക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അത് അംഗീകരിക്കാൻ തന്നെ കഴിയുന്നില്ല. അത് നമ്മുടെ ഈമാനികമായ ദൗർബല്യമാണ് കാണിക്കുന്നത്. അവിടെ ഒരു അച്ചടക്കം എന്താണ്? വലിയ വലിയ ആളുകൾക്ക് ആത്മീയമായി ഉണ്ടാകുന്ന അനുഭവങ്ങൾ, സാഫല്യങ്ങൾ, സാക്ഷാത്കാരങ്ങൾ, അനുഭൂതികൾ, എനിക്കതൊന്നും ലഭിക്കാത്തത് എന്റെ കുറവ് കൊണ്ടാണ്. അതൊക്കെ ആസ്വദിച്ചവർ സയ്യിദി ഗൗസുൽ ആളം അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു
തന്റെ ആത്മീയമായ അവസ്ഥകളെപ്പറ്റി എന്തുമാത്രം വിസ്തരിച്ച് പറഞ്ഞിട്ടുണ്ട്. സയ്യിദി അഹമ്മദുൽ ബദവി, സയ്യിദി അഹമ്മദുൽ കബീറുൽ റിഫാഇ, സയ്യിദി ഇബ്രാഹിമുൽ ഖുറശി ദസൂഖി, അവരൊക്കെ ഈ രംഗത്തെ ചക്രവർത്തിമാരാണ്. അവരൊക്കെ അത്തരം ആത്മീയമായ അനുഭവ സാഫല്യങ്ങൾ വർണ്ണിച്ചു പറഞ്ഞിട്ടുണ്ട് പറയേണ്ടടുത്ത്. ആ വഴിയിലേക്ക് എത്തിനോട്ടം പോലും നടത്താതെ വിമർശവും അധിക്ഷേപവുമായി നടക്കുമ്പോൾ ഇതിനെപ്പറ്റിയുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാതെ പോകും. അല്ലാഹുമ്മ ഹഫ്ഫദ്നാ, ഖൽബിനെ മഹാന്മാരുടെ കൂടെ ഉറപ്പിച്ചു നിർത്തുക. സദ്ഗുരുക്കന്മാരായ നമ്മുടെ വഴികാട്ടികളെ നാം ഉൾക്കൊള്ളുക. ഈ ഹദീസ് തസവൂഫിന്റെ അഹ്ലുകാർ വളരെ ആധാരമായി വിസ്തരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇതുപോലെ 1000 ഹദീസുകൾ വേറെ ഉണ്ട്. ബുഖാരിയിലും മുസ്ലിമിലും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഒരു വിഭാഗത്തെക്കുറിച്ച് എമ്പാടുമുണ്ട്. അഹ്ലുല്ലാഹി സ്വാലിഹീൻ, അഹ്ലുല്ലാഹ്, അള്ളാഹുവിന്റെ അഹ്ലുകാർ. അതിലൊരു ഉദാഹരണം നാം ഈ സംസാരത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് മാത്രം. സയ്യിദുനാ ഹാരിസ റളിയല്ലാഹു അൻഹു തന്റെ ആത്മീയമായ അനുഭൂതിയുടെ അവസ്ഥകൾ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവരിച്ചപ്പോഴും അർശു റബ്ബി, ഞാൻ കാണുന്നു, ഞാനത് ആസ്വദിക്കുന്നു, സ്വർഗവാസികളെ ഞാൻ ആസ്വദിക്കുന്നു എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല എന്നല്ല അവിടുന്ന് പറഞ്ഞത്. സയ്യിദുനാ ഹാരിസയെ ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിച്ചു. പുന്നാര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മുഅ്മിനുൻ നവ്വറല്ലാഹു ഖൽബഹു. അതേ, താൻ അസ്ബഹ്തു മുഅ്മിനൻ ഹഖ്ഖൻ എന്ന് തന്റെ അവസ്ഥ തന്റെ ഗുരുനാഥനോട് പറഞ്ഞു, റസൂലുള്ളാഹിയോട്. റസൂലുള്ളാഹി അതിനെ ഒപ്പുവെച്ചു, മുദ്ര വെച്ചു. മുഅ്മിനുൻ, തീർച്ചയായും നവ്വറല്ലാഹു ഖൽബഹു, അല്ലാഹു ഈ കൽബകത്തെ നൂറുകൊണ്ട് പ്രകാശിപ്പിച്ചിരിക്കുന്നു. ഇതാണ് ഈ സഹാബിയുടെ ആത്മാനുഭവത്തിന് പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ ചരിത്രത്തിൽ, ആ ഹദീസിൽ തന്നെ ചില നിവേദനങ്ങളിൽ നമുക്ക് വായിക്കാം, മൻ സറഹു അൻ യൻദുറ ഇലാ മൻ നവ്വറല്ലാഹു ഖൽബഹു ഫൽയൻദുർ ഇലൽ ഹാരിസ്. അത് ഈ സംഭവത്തിലാകാം, മറ്റേതോ ഒരു അവസരത്തിലുമാകാം. ഇമാം സുയൂത്തി ഉദ്ധരിക്കുകയാണ്. അത് അൽ ഹാഫിൾ ഇബ്നു മുന്ദ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം തബറാനിയും ആ ഭാഗം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു ഒരാളുടെ കൽബിനെ പ്രകാശിപ്പിച്ചു, അത് കാണാൻ ആർക്കെങ്കിലും കൗതുകമുണ്ടോ? അള്ളാഹു കൽബകത്തെ പ്രകാശിപ്പിച്ച ഒരാളെ കാണുവാൻ സന്തോഷമുള്ളവർ ഫൽയൻദുർ ഇലൽ ഹാരിസ്, ഹാരിസയിലേക്ക് നോക്കട്ടെ. ഈ മോൻ, ഈ ശിഷ്യൻ, ഈ സ്വഹാബി അള്ളാഹു കൽബകത്തെ പ്രകാശിപ്പിച്ചവരുടെ കൂട്ടത്തിൽപ്പെട്ടയാളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹാരിസയോട് പറയുന്നുണ്ട്, യാ ഹാരിസ, അദ്ദേഹത്തോട് പറയുന്നുണ്ട്, അറഫ്ത ഫൽസം മുഅ്മിനുൻ നവ്വറല്ലാഹു ഖൽബഹു. അറഫ്ത, നിനക്ക് മഅരിഫത്ത് ലഭിച്ചു കഴിഞ്ഞു. അപ്പൊ ഹഖീഖത്ത്, മഅരിഫത്ത് ഇതൊക്കെ തിരുനബിയിൽ നിന്നും കടന്നു വന്ന പ്രയോഗങ്ങളാണ്. അറഫ്ത ഫൽസം, നീ അറിഞ്ഞു കഴിഞ്ഞു, നിനക്ക് കാര്യത്തിന്റെ അകപ്പൊരുള് പിടികിട്ടിക്കഴിഞ്ഞു, നിന്റെ ഈ വർത്തമാനത്തിൽ നിന്ന് മനസ്സിലാകുന്നു. അറഫ്ത, അതുകൊണ്ട് ഫൽസം, ഇനി അത് മുറുകെ പിടിക്കുക, ഇസ്തിഖാമത്തിന്റെ വഴിയിൽ തുടരുക. അറഫ്ത ഫൽസം മുഅ്മിനുൻ നവ്വറല്ലാഹു ഖൽബഹു. ഈ പ്രവാചക അധ്യാപനത്തിൽ നിന്നാണ് സയ്യിദുനാ ഹാരിസയെ പോലെ നിരവധി സ്വഹാബിമാർ ആധ്യാത്മികമായി ഉയർന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അവരുടെ ലോകമാണ് ഹഖീഖത്തിന്റെ ലോകം. അതിലേക്കുള്ള പ്രവേശികയാണ് ത്വരീഖത്തിന്റെ ലോകം. അത് രണ്ടും പ്രാപിക്കണമെങ്കിൽ അടിസ്ഥാനപരമായ വഴിയാണ് ശരീഅത്തിന്റെ വഴി. അല്ലാഹുമ്മ ആമീൻ. അൽ ഇമാം ജലാലുദ്ദീൻ സുയൂത്തിയുടെ ഈ ഗ്രന്ഥത്തിന്റെ മുൻപിൽ നമുക്കിനിയും പഠിക്കാനുണ്ട്, പകരാനുണ്ട്, പകർത്താനുണ്ട്. ആധുനിക കാലഘട്ടത്തിലെ അഹ്ലുസുന്നയിലെ
പ്രഭാഷകരായ വലിയ പണ്ഡിതന്മാർ പോലും ഇത് അവലംബ ഗ്രന്ഥമായി ഉദ്ധരിച്ചപ്പോൾ ഈ കിതാബിനെ ഒന്ന് പഠിക്കണം എന്നാഗ്രഹിച്ചു. അല്ലാഹു തആല മഹാന്മാരുടെ ഇൽമും അവസ്ഥയും നമുക്ക് പ്രയോജനമുള്ളതാക്കി സ്വീകരിക്കട്ടെ. ആമീൻ ആമീൻ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.